തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്താവിഷയം ഹംബിൾ യുവർ സെൽഫ് അണ്ടർ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ഞങ്ങളുടെ ഭാരം വീണ്ടെടുപ്പാരനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹംബിൾ യുവർ സെൽഫ് അണ്ടർ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. ഹംബിൾ യുവർ സെൽഫ് therefore under the mighty hand of God, that he may exalt you in due time. ആമേൻ. നമ്മെ താങ്ങുന്ന പല കരങ്ങളും തളർന്നു പോകാം. നമ്മുടെ കരങ്ങളും ബലഹീനമാകാം. ആ സമയത്ത് നമ്മുടെ കരം പിടിച്ചുയർത്തുന്ന, താഴ്ന്നു പോകാതെ ഉള്ളം കയ്യിൽ താങ്ങുന്ന ഒരു അത്ഭുതകരമുണ്ട്. നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ കരമാണ്. 118-ാം സങ്കീർത്തനം 15-ഉം 16-ഉം തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. കർത്താവിൻ്റെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. കർത്താവിൻ്റെ വലം കൈ ഉയർന്നിരിക്കുന്നു. കർത്താവിൻ്റെ വലം കരം വീര്യം പ്രവർത്തിക്കുന്നു. ഇപ്രകാരം ഒരത്ഭുതം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ഭവനത്തിൽ സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം ഉള്ളത്. അപ്രകാരം ഒരു സന്തോഷവും ഉല്ലാസത്തിൻ്റെയും ഘോഷം ഭവനത്തിൽ ഇല്ലെങ്കിൽ ഓർത്തോളം താങ്ങുന്ന കരം കൂടെയില്ല എന്നർത്ഥം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ താങ്ങുന്ന കരം വേണമെങ്കിൽ അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. ചെയ്തുപോയ പാവം ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. കുറവുകൾ ഏറ്റുപറയണം. തീർച്ചയായും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ദൈവവചനത്തിൻ്റെ മധ്യഭാഗത്തെ അധ്യായമാണ് 18-ാം സങ്കീർത്തനം. സങ്കീർത്തനത്തിലെ മധ്യഭാഗത്ത് വരുന്ന വാക്യമാണ് കർത്താവിൻ്റെ അത്ഭുതകരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളെ നോക്കി ഭയചകിതരാകേണ്ട ആവശ്യമില്ല. കൊടുങ്കാറ്റുകൾ ഏത് സമയത്തും വരാം. അത് ഏത് രാജ്യത്തും വരാം. ഏത് സംസ്ഥാനത്തും കടന്നു വരാം. അതെപ്പോൾ വരുമെന്ന് ഒരുപക്ഷെ സയൻസിന് പ്രവചിക്കാൻ കഴിയും. പക്ഷെ അതെങ്ങനെ ആഞ്ഞടിക്കുമെന്നുള്ളത് കർത്താവിന് മാത്രമേ അറിയുള്ളൂ. എന്നാൽ ക്രിസ്തു ആകുന്ന പാറമേലാണ് നിന്റെ ഭവനമെങ്കിൽ പ്രകൃതിയുടെ ക്ഷോഭം എന്തു തന്നെയായാലും ശരി, മക്കളെ, നമ്മൾ ഉറച്ചു നിൽക്കും. ആർക്കും നമ്മെ തകർക്കാൻ കഴിയുകയില്ല. ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളെ നോക്കി അതുകൊണ്ട് ഭയപ്പെടേണ്ട. കാരണം കർത്താവിൻ്റെ കരം ഒന്ന് ചലിച്ചാൽ ഏത് കൊടുങ്കാറ്റും ശാന്തമാകും, ഏത് രോഗവും സൗഖ്യമാകും.
സൗഖ്യദായകന് കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി എങ്ങും ഓടേണ്ട ആവശ്യമില്ല. ആരും വന്ന് തലേ കൈവെക്കേണ്ട കാര്യവുമില്ല. വിളിപ്പുറത്ത് വരുന്നവനാണ് നമ്മുടെ കർത്താവ് ദൈവം. ഈ കോൾ അപ്പോൺ മീ ആൻഡ് ഐ വിൽ ആൻസർ. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. അതിനൊരു 7 ദിവസം കാത്തിരിക്കേണ്ട കാര്യമില്ല. എങ്ങും പോയി തിരി കത്തിക്കേണ്ട കാര്യമില്ല. മെഴുകുതിരി കത്തിക്കേണ്ട കാര്യമില്ല. ഉടമ്പടി എടുക്കാൻ ഓടേണ്ട കാര്യമില്ല. കാൽവരിയിൽ ഓൾറെഡി ആ ഉടമ്പടി ചെയ്തു കഴിഞ്ഞു. പരിശുദ്ധ രക്തം തന്നാണ് അവിടെ നമ്മളെ നേടിയത്. മിസ്രൈം അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേലിന്റെ നിലവിളി കർത്താവ് കേട്ടു. അവരുടെ വേദന ദൈവം കണ്ടു. കർത്താവിന്റെ രക്ഷയുടെ കരം അവർക്കനുകൂലമായി നിന്ന് കർത്താവ് ഇപ്രകാരമാണ് പറഞ്ഞേ, പുറപ്പാട് 6:6, ഞാൻ നിങ്ങളെ മിസ്രൈമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ട് മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. യെസ്, ഫറവോന്റെ ഉലക്ക് നുകത്തിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിച്ചു. അതിന് നമ്മൾ എന്തെങ്കിലും കൊടുത്തോ? കർത്താവിന് നമ്മളെ വിടുവിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നും വേണ്ട, നമ്മളെ തന്നെ അങ്ങ് കൊടുത്താൽ മതി. വിടുവിക്കുന്ന, സൗഖ്യം തരുന്ന കർത്താവിൻ്റെ കരം എപ്പോഴും കൂടെ വരണമെങ്കിൽ വീട്ടിലിരിക്കുന്ന ബൈബിൾ അനുസരിച്ചാൽ മതി. അന്ധകാര ശക്തികൾ നമ്മെ ബന്ധിക്കുവാൻ ശ്രമിക്കുമ്പോൾ കർത്താവിൻ്റെ കരം നമുക്ക് തുണ നിൽക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഓരോ ഭവനത്തിലും ആ ഒരു അനുഭവം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കരത്തിന് വലിയ പ്രത്യേകതകളുണ്ട്, വലിയ പ്രത്യേകതകളുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48:13 നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എൻ്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവ ഒക്കെയും ഉളവായി വരുന്നു. അതുകൊണ്ട് സഹോദര സഹോദരി, നീ ഇപ്പോൾ നിന്റെ സഹോദരനുമായിട്ട്, കുടുംബക്കാരുമായിട്ട് നിന്റെ അപ്പൻ്റെ സ്വത്തിന് വേണ്ടി അടിവെച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അങ്ങനെ അടിക്കുമ്പോഴല്ലോ നമ്മുടെ കർത്താവ് ചിരിക്കുകയാണ്. കാരണം വന്നപ്പോൾ വല്ലതും കൊണ്ടുവന്ന ഇത് നമ്മുടെ വകയല്ല, ഇത് കർത്താവിൻ്റെ വകയാണ്. ആധാരം കർത്താവിൻ്റെ പേരിലാണെന്ന് ഓർത്തുള്ളൂ. കുറച്ചു കാലത്തേക്ക് ഇത് സൂക്ഷിക്കുക. ഈ ആധാരം സൂക്ഷിക്കാൻ കൈ തന്നിരിക്കുക. ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണം. സ്വന്തമല്ലാത്ത കാര്യത്തിന്, വസ്തുവകൾക്ക് വേണ്ടി തമ്മിലടിക്കരുത്. കർത്താവിൻ്റെ കരം ഭൂമിക്ക് അടിസ്ഥാനമിട്ട കരം, അത് ആകാശത്ത് വിരിക്കുന്ന കരം. കർത്താവിൻ്റെ കരം പരമാധികാരത്തിൻ്റെ കരമാണ്. ഓരോ രാജ്യങ്ങളും ഇപ്പം തമ്മിലടിക്കുന്നതിൻ്റെ കാരണം എന്താ? രാജ്യത്തിന് വേണ്ടിയാണ് രാജ്യങ്ങൾ തമ്മിലടിക്കുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ പറയും റഷ്യയാണ് വലിയ രാജ്യം, അമേരിക്കയാണ് വലിയ ശക്തി എന്നൊക്കെ. ദൈവത്തിൻ്റെ മുമ്പിൽ ഇവരെല്ലാം വെറും ഒരു ശ്വാസം മാത്രമാണ്. റഷ്യയോ അമേരിക്കയോ ഒന്നുമല്ല വലുത്. എൻ്റെ കർത്താവിൻ്റെ കരമാണ് ഏറ്റവും വലുത്. 95 സങ്കീർത്തനം 4-5 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു: ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും കർത്താവിനുള്ളവയാണ്, സമുദ്രം കർത്താവിനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. ഇനി അവകാശം ആര് പറയും? സ്തോത്രം. ഒരു സമുദ്രത്തിൻ്റെ അതിരുകൾ പങ്കിടുന്ന കാര്യത്തിൽ ഇപ്പോഴും അടി നടന്നുകൊണ്ടിരിക്കുകയല്ലേ? സ്തോത്രം. ഭൂമിക്ക് മുകളിലുള്ള സ്വത്തുക്കളെക്കാൾ വിലപിടിപ്പുള്ള സ്വത്തുക്കൾ ഭൂമിയുടെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലാണ്, അടിത്തട്ടിലാണ് കിടക്കുന്നത്. സ്തോത്രം. ഈ ഭൂമിക്ക് മുകളിലുള്ള സ്വത്തുക്കൾക്ക് വേണ്ടിയുള്ള അടി ഇതുവരെ തീർന്നിട്ടില്ല. സ്തോത്രം. ആഴിയുടെ ആഴങ്ങളിലേക്ക് പോയി കൈവച്ച ഇനി എന്തായിരിക്കും അവസ്ഥ? സ്തോത്രം. ഇപ്പം കണ്ടതല്ല അവിടെ കിടക്കുന്നത്, ഇപ്പം കാണുന്നതിനേക്കാൾ അതിശയിപ്പിക്കുന്നതാണ്. ഇയ്യോബിന്റെ പുസ്തകം 12:10, സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെയും ശ്വാസവും കർത്താവിൻ്റെ കയ്യിലിരിക്കുന്നു. അതുകൊണ്ട് നിഗളിക്കരുത്. സ്തോത്രം. ജീവൻ തന്നവൻ അതൊന്ന് വിളിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഏത് മനുഷ്യനും നിവർന്നു നിന്നാൽ ഒരു ശ്വാസമത്രേ. ഈ ഭൂമിയിൽ നമുക്ക് നിധി ലഭിച്ചില്ല എന്ന് വരാം, എന്നാൽ നീതിമാനായ കർത്താവിൻ്റെ കരം നീതി നടപ്പിലാക്കും. ഹാമാൻ കളവായി രേഖ എഴുതി ഉണ്ടാക്കി മൊർദെഖായിയെ കഴുകുമരത്തിൽ തൂക്കുവാൻ നിശ്ചയിച്ചു. എന്നാൽ ഹാമാന്റെ കഴുത്തിൽ തന്നെ കൊലക്കയർ വീണത് ആ അത്ഭുതകരത്തിൻ്റെ ശക്തിയാണ്. കർത്താവ് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? സ്തോത്രം. അതുകൊണ്ട് നാളെക്കുറിച്ച് ആകുലപ്പെടരുത്, ഒരു മനുഷ്യനെ ഭയപ്പെടരുത്. സ്തോത്രം. ആരെയും പേടിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും പോവുകയും ചെയ്യരുത്. സ്തോത്രം. സകലവും കാണുന്ന അറിയുന്ന ദൈവം ആണുള്ളത്. ആരെയും വിധിക്കുവാനോ ഭീഷണിപ്പെടുത്തുവാനോ ഉള്ള അധികാരമൊന്നും കർത്താവ് ആർക്കും കൊടുത്തിട്ടില്ല. കർത്താവിൻ്റെ കരം നമുക്കെതിരായുള്ള സകലവിധ കയ്യെഴുത്തുകളെയും മായ്ച്ചു കളയുന്നു. ആ കരം കരുതുകയും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ
11 മാസം കഴിഞ്ഞുവല്ലേ? ആരംഭം മുതൽ ഈ 11 മാസം വരെ 12ാം മാസത്തിലേക്ക് നമ്മൾ കടന്നു. ഈ അത്ഭുതത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഇരുന്നത് കൊണ്ടാണ് ഈ വർഷം തന്നെ അനർത്ഥങ്ങൾ അനവധിയല്ലായിരുന്നു. അതിലൊന്നും പെട്ടുപോകാതെ, ആ കാറ്റിൽ പോയി വീഴാതെ, ആ ചുഴിയിൽ പോയി നശിച്ചു പോകാതെ അപ്പം കാത്തില്ലേ? തീർച്ചയായും നാളെയും കാക്കും. യോഹന്നാന്റെ സുവിശേഷം 10:26, 27, 28 വാക്യങ്ങൾ വചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ തന്നെയാണോ അനുഗമിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ കൂട്ടായ്മയിലും അവർ മെനഞ്ഞു വെച്ചിരിക്കുന്ന കർത്താവുണ്ട്. സ്തോത്രം. നിങ്ങളുടെ കർത്താവല്ല ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ കർത്താവല്ല നിങ്ങളുടെ കർത്താവ്. ഇങ്ങനെ കർത്താവിനെ തന്നെ ഡിവൈഡ് ചെയ്ത് അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നുമക്കളെ, ഒരു കർത്താവേ ഉള്ളൂ. ബൈബിൾ ഒരു കർത്താവേ ഉള്ളൂ, 5-6 കർത്താവൊന്നുമില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ആരുടെ? സ്തോത്രം. ആരുടെ ആടാണെന്ന് ചിന്തിക്കുക. നെഞ്ചത്ത് കൈവച്ചൊന്ന് ശോധന ചെയ്യും. കർത്താവ് അവയെ അറിയുകയും അവ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്ന അവ ഒരു നാളും നശിച്ചു പോവുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ ജനത്തിൻ്റെ മേൽ അവകാശവും അധികാരവും പറയാൻ ഒരു സഭയ്ക്കും അധികാരം കർത്താവ് കൊടുത്തിട്ടില്ല. സ്തോത്രം. കർത്താവ് ഡയറക്റ്റായിട്ട് ഇന്ന സഭ സ്ഥാപിച്ചെന്നുള്ള അവകാശം പറഞ്ഞ് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. കർത്താവ് ഡയറക്റ്റായിട്ട് സ്ഥാപിച്ച സഭയാണെങ്കിൽ എന്തുകൊണ്ട് തലയാകുന്ന ക്രിസ്തു പറയുന്നത് നീ അനുസരിക്കുന്നില്ല? ആ കരം ന്യായവിധി നടത്തുന്ന കരമാണ്. നമ്മുടെ കർത്താവിൻ്റെ കരം ന്യായവിധി നടത്തുന്ന കരമാണ്. ആമോസിന്റെ പുസ്തകം 9:2 പറയുകയാണ്: അവർ പാതാളത്തിൽ തുരന്നു കടന്നാലും അവിടെ നിന്ന് എൻ്റെ കൈ അവരെ പിടിക്കും. അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കും. സ്തോത്രം. കർത്താവിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ എവിടെയും കയറി ചെല്ലാൻ പറ്റുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ സമയം വരുമ്പോൾ ഇറങ്ങിപ്പോ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. കടക്ക് പുറത്തെന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കരുത്. ആ കരം വീണ്ടെടുപ്പിൻ്റെ കരമാണ്. നമ്മുടെ കർത്താവിൻ്റെ കരം വീണ്ടെടുപ്പിൻ്റെ കരമാണ്. ആ കരം കരുണയുടെയും സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും കരമാണ്. ഒപ്പം ന്യായവിധി എഴുതുന്ന കരമാണെന്ന് ഒരിക്കലും മറന്നുപോകരുത്. ഇടയൻ്റെ ശക്തിയുള്ള ഭുജത്തിൻ്റെ കീഴെ കുഞ്ഞാടുകളായി നമുക്ക് താണിരിക്കാം. കാരണം ആ കരം നമുക്ക് ചുറ്റും വേലി ഒരുക്കി നമ്മെ സംരക്ഷിക്കുന്ന കരമാണ്. കർത്താവിന് മുഖപക്ഷമില്ല. ഈ മുഖപക്ഷം നമുക്കാണുള്ളത്. സ്തോത്രം. കർത്താവ് എപ്പോഴും ഹൃദയമാണ് നോക്കുന്നത്, അല്ലാതെ ബാഹ്യമായ വേഷമല്ല. ദൈവം ഭക്തന്മാർക്ക് ചുറ്റും കെട്ടുന്ന വേലി പൊളിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇയ്യോബിന്റെ പുസ്തകം അപ്രകാരം പിശാച് സംസാരിക്കുന്ന, നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് അവനെ തൊടാൻ പറ്റുന്നില്ല. ആ ഒരു വേലി, കർത്താവ് കെട്ടിയ വേലി ഒരൊറ്റ കുഞ്ഞിനും പൊളിക്കാൻ സാധ്യമല്ല. സ്തോത്രം. കാരണം നമ്മൾ കർത്താവിൻ്റെ വകയാണ്. കർത്താവിൻ്റെ വകയാണ്. ആ കർത്താവിൻ്റെ മക്കളായി നമുക്ക് ചുറ്റും വേലി കെട്ടിയിരിക്കുന്ന ദൈവമാണ്. അത് പൊളിച്ചു കളയാൻ ഒരു പിശാചിനും സാധ്യമല്ല. ഇയ്യോബിന്റെ പുസ്തകം 1:9-10 വാക്യത്തിൽ, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? പിശാച് ചോദിക്കുന്നതാണ്. നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇയ്യോബപ്പച്ചന്റെ ഈ ഒരു അനുഭവം, ഇയ്യോബപ്പച്ചന്റെ കുടുംബത്തിന് ചുറ്റുമുള്ള ഒരു വേലി, മകനെ മകളെ, നിന്റെ കുടുംബത്തിന് ചുറ്റുമുണ്ടോ? നിന്റെ ജീവിതത്തിന് ചുറ്റുമുണ്ടോ? അത് ആരെങ്കിലുമൊക്കെ കയറി അത് പൊളിച്ചു കളഞ്ഞിട്ടുണ്ടോ? കർത്താവിൽ ആശ്രയിച്ച് അവനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച വീണ്ടും കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് കർത്താവിനെ ക്ഷണിക്ക്. പൊളിഞ്ഞുപോയ വേലി കർത്താവ് കെട്ടിത്തരും. ദൈവത്തിന്റെ കരവലയത്തിൽ ഇരിക്കാത്തത് കൊണ്ടാണ് ദൈവിക സംരക്ഷണം അനുഭവവേദ്യമാകാത്തത്. കർത്താവിന്റെ കരത്തിന് കീഴിൽ താന്നിരിക്കും. സ്തോത്രം. കർത്താവിനെങ്കിലും പിടികൊടു. പിശാചിനാ പിടി കൊടുക്കുന്നില്ല. സ്തോത്രം. ചില വ്യക്തികളെ പിശാചിന് പോലും പേടിയാണ്. ചില വ്യക്തികളെ പാമ്പ് പോലും കടിക്കത്തില്ല. കടിച്ചു കഴിഞ്ഞാൽ പാമ്പ് ചത്തു പോകുന്ന പാമ്പിനറിയാം. അത്രയും വിഷം, അതിന് മാത്രം വിഷമാണ് ചിലരുടെ ശരീരത്തിൽ ഇരിക്കുന്നത്. അതിനാൽ പത്രോസ്ലീഹ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ശക്തമായ കരങ്ങളിൽ എന്നും അഭയം തേടാം. 1 പത്രോസ് 5:6-7 കുറിവാക്യം ഒന്നുകൂടി നമുക്ക് വായിക്കാം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താന്നിരിപ്പേൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച് ഓരോ മക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി
ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ കരത്തിൻ കീഴിൽ താന്നിരിക്കുവാനും വിനയത്തോടെ എളിമയോടെ അവിടുത്തോട് ചേർന്ന് നടക്കുവാനും ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വിശുദ്ധ മക്കളെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്ര ഓഫീസുകളെ അനുഗ്രഹിച്ചതിനായി നന്ദി. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ ചെറുകം കീഴിൽ മക്കളെ വഹിച്ചോളണമേ. സ്തോത്രം. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഇന്നതെന്നറിഞ്ഞ് അവരെ മാനിക്കുന്ന, അനുഗ്രഹിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന, പരിപാലിക്കുന്ന കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കരങ്ങൾ തരുന്ന കർത്താവേ, നരക്കോളം ഞാൻ നിന്നെ ചുമക്കുമെന്ന് അരുളിച്ചത് കർത്താവേ, നിന്റെ മാറോട് ചേർത്ത് അവരെ നയിക്കുന്നതിനായി സ്തോത്രം, ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം, ശക്തിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാധാന പ്രഭുവായ കർത്താവെ, അവിടുത്തെ സമാധാനം ഓരോ രാജ്യത്തിൻ്റെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ രണ്ടാമത്തെ വരവിനായി ലോകം ഒരുങ്ങുവാൻ, ജനം ഒരുങ്ങുവാൻ അവിടുന്ന് അവരുടെ ഹൃദയങ്ങളിൽ സ്പർശിക്കണമേ കർത്താവേ. പിശാച് ഒരുക്കിയിരിക്കുന്ന സകല ചതിയുടെ കെണിയിൽ നിന്ന് മക്കൾ വിടുതൽ പ്രാപിക്കുവാൻ സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എഴുതുവാനും കടന്നു വരുന്ന എക്സാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അറ്റൻഡ് ചെയ്യാനും മക്കളെ സഹായിക്കണമേ കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ കടഭാരം മാറിപ്പോട്ടെ. സകല രോഗങ്ങളും സൗഖ്യമാകട്ടെ. സകല ഭയവും വിട്ടുമാറട്ടെ. സകല നിരാശകളും വിട്ടുമാറട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരമാർഗത്തിലൂടെ, ആകാശമാർഗത്തിലൂടെ, ജലമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന മക്കളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സ്തുതിച്ചിടുവാൻ പരമേകണമേ ഈശോ, അങ്ങേ വണങ്ങിടുവാൻ കൃപയേകണമേ ഈശോ. അങ്ങേ സ്തുതിച്ചിടുവാൻ പരമേകണമേ ഈശോ, അങ്ങേ വണങ്ങിടുവാൻ കൃപയേകണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ, വചനം ഘോഷിക്കാൻ വിളിയേകണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ, വചനം ഘോഷിക്കാൻ വിളിയേകണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ.